ഗുഡ് മോർണിംഗ്. ഇത് നമ്മൾ വെള്ളിയാഴ്ചയായിട്ട് ബിരിയാണി, ഫ്രൈഡ് റൈസ്, മന്തി ഒന്നും അല്ല ഉണ്ടാക്കണത്. അതെ കപ്പ, നല്ല കപ്പ കിട്ടിയിട്ടുണ്ട് എന്ന് പറയാൻ പറ്റൂല. കാരണം ഫ്രോസൺ കപ്പയാണ്. അത് നല്ലതായിരിക്കും, നമ്മൾ വാങ്ങുമ്പോ നന്നാവാറുണ്ട്. അപ്പൊ ഇന്ന് ഈ കപ്പ വെച്ച് നല്ല ബീഫ് കിട്ടിയിട്ടുണ്ട്. എന്തായാലും നല്ല നെഞ്ചലിന്റെ ഭാഗത്തുള്ള ബീഫ് ഉണ്ട്. അത് വെച്ച് നമ്മൾ ഇന്നൊരു അടിപൊളി കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. ഏകദേശം ഒരു 3 പാക്കറ്റോളം കപ്പ ഉണ്ടായിരുന്നു കേട്ടോ. അത് നന്നായിട്ട് സമയമെടുത്ത് നല്ല ചെറുതായിട്ട് കൊത്തി അരിഞ്ഞരിഞ്ഞ് അടുപ്പത്തോട്ട് വെച്ചു. കപ്പ അടുപ്പത്തോട്ട് വെച്ച ഉടനെ തന്നെ ഞാൻ ആ പരിസരത്തുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി സിങ്കും അതിൻ്റെ പരിസരം ഒന്ന് വൃത്തിയാക്കി എടുത്തു വെച്ചു. ഇനി വേണം ഇറച്ചീൻ്റെ പണിയെടുക്കാൻ. ഇറച്ചി കഴുകി വാരി കുക്കറിലോട്ടിട്ട് ആവശ്യമായ മസാലകൾ, നമ്മുടെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇറച്ചി മസാല, പിന്നെ കുറച്ച് സ്പൈസസ്, നമ്മുടെ ഏലക്ക, ജീരകം, പെരുംജീരകം കേട്ടോ, പെരുംജീരകം, പിന്നെ അതിനകത്ത് ചെറിയുള്ളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില, അങ്ങനെ കാര്യങ്ങളെല്ലാം മിക്സാക്കി അത് നന്നായിട്ടൊന്ന് കുഴച്ച്, ഒട്ടും എണ്ണയൊന്നും ചേർത്തിട്ടില്ല, കാരണം നല്ല നെയ്യുള്ള ബീഫായിരുന്നേ. അത് നന്നായിട്ടൊന്ന് കുഴച്ച് അടുപ്പത്തോട്ട് വെച്ചു. ഇതിനിടയ്ക്ക് കപ്പ ഒന്ന് നോക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു. വെന്തിട്ടൊന്നുമില്ലായിരുന്നു കേട്ടോ. എന്നിട്ടിതാ ഇപ്പോഴാണ് ഞാൻ രാവിലെ എണീറ്റിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത്. അങ്ങനെ എന്തായാലും എല്ലാം ആ കപ്പ ഇറച്ചിയൊക്കെ അടുപ്പത്തോട്ട് കയറിയല്ലോ. അപ്പം ഞാനൊരു ഗ്ലാസ് വെള്ളം എടുത്ത് ഹാളിൽ പോയിട്ട് ഇരുന്നു. അപ്പം ഇപ്പോൾ പുറത്ത് നല്ല ഹ്യൂമിഡിറ്റിയാണ് ഇവിടെ. ഗൾഫിലുള്ളവർക്ക് അറിയായിരിക്കും, നല്ല ചൂടിൻ്റെ സമയമാണ്. നാട്ടിൽ നല്ല മഴ, ഇവിടെ നല്ല ചൂടും. അങ്ങനെ ഞാൻ വെള്ളമൊക്കെ കുടിച്ച് വന്നിട്ട് വേഗം തന്നെ കപ്പയിലോട്ടുള്ള അരപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ, പെരുംജീരകം, കറിവേപ്പില, പിന്നെ കാന്താരി, നമുക്ക് പച്ച കാന്താരി ഇല്ലായിരുന്നു, അതുകൊണ്ട് ഇവിടെ കാന്താരി ഉണങ്ങിയത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും പിന്നെ കുറച്ച് മഞ്ഞപ്പൊടിയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തു. നല്ല പേസ്റ്റ് രൂപത്തിന് അരച്ചെടുത്തു. എന്നിട്ട് വീണ്ടും കപ്പയുടെ പാകമൊക്കെ ഒന്ന് നോക്കി, ആയിട്ടില്ലായിരുന്നു. പിന്നെ ഒരു കപ്പ എടുത്ത് ഇങ്ങനെ നമ്മളിങ്ങനെ ഉടച്ച് ഒന്ന് കഴിച്ച് നോക്കി, എന്തെങ്കിലും കയ്പോ, നമുക്ക് ഏതെങ്കിലും ഒരു കിഴങ്ങൊക്കെ കഴിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ കഴിച്ച കിഴങ്ങ് നന്നായിട്ട് തന്നെ ഇരിപ്പുണ്ടായിരുന്നു. ഇനി അത് നന്നായിട്ട് വെന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഊറ്റിയെടുക്കുവാണ്. കപ്പ നന്നായിട്ട് ഊറ്റി വെള്ളമൊക്കെ മാറ്റി ഊറ്റിയെടുത്തിട്ട് ഇനി വീണ്ടും നമുക്കിത് ഇതേ പാത്രത്തിലോട്ട് തന്നെ ഇട്ട് മിക്സ് ചെയ്യാനൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഉമ്മച്ചി ഇവിടെ വന്ന ഓരോ കാര്യങ്ങൾ പറയുമായിരുന്നു, അത് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ. ആ ഗ്യാപ്പിൽ നമുക്ക് കുടിക്കാനുള്ള ചൂടുവെള്ളം കൂടെ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതടുത്ത് വെച്ച് ഹാളിൽ കൊണ്ടുവച്ച് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതേ ഇപ്പോൾ കപ്പ റെഡിയായി. ഞാനത് തിരിച്ച് കപ്പ വേവിച്ച പാത്രത്തിലോട്ട് തന്നെ തിരിച്ച് തട്ടിക്കൊടുക്കുകയാണ്. അപ്പം ഞാൻ എൻ്റെ ഒരു ഉദ്ദേശം കപ്പ ഇട്ടിട്ട് അരപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഒരുമിച്ച് അങ്ങ് മിക്സ് ചെയ്യാനായിരുന്നു. അപ്പോഴാണ് ഉമ്മച്ചി വേറൊരു ഐഡിയ പറയുന്നത്. കപ്പയും അരപ്പും കൂടെ ജസ്റ്റ് അതിനകത്തോട്ടൊന്ന് ഒഴിച്ചിട്ട് ചെറിയൊരു തീയിൽ, അതായത് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് അടച്ച് വെക്കാൻ. ആ ഗ്യാപ്പിൽ എനിക്കൊന്ന് പോയി കുളിക്കാനും സമയമുണ്ട്. കുളിച്ചിട്ട് വരുന്ന സമയം കൊണ്ട് അത് നല്ല വൃത്തിയായിട്ട് റെഡിയാവുമെന്ന് പറയായിരുന്നു ഉമ്മച്ചി. അപ്പോൾ എന്തായാലും അവരൊക്കെ നമ്മളെക്കാട്ടിയൊക്കെ വെച്ചിട്ടുള്ളതാണല്ലോ. അങ്ങനെ ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ അത് അങ്ങനെ തന്നെ വെച്ച് കുളിക്കാൻ പോയി. കുളിച്ച് വന്നപ്പോഴേക്കും ഉമ്മച്ചി പറഞ്ഞ പോലെ നല്ല ആ മണം ഉണ്ടല്ലോ, കാന്താരിയുടെയും കരിയേപ്പിലേൻ്റെ ഒക്കെ അരപ്പും എല്ലാത്തിൻ്റെ ഒരു മണം നല്ല സൂപ്പറായിട്ട് വന്നു. അങ്ങനെ ഞാൻ കുഴയ്ക്കാൻ തുടങ്ങിയപ്പോൾ ഉമ്മച്ചിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെയല്ല കപ്പ കുഴയ്ക്കേണ്ടത്, അതിന് വേറൊരു രീതി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഉമ്മച്ചി വന്ന് നന്നായിട്ട് കുഴച്ച് അതിനകത്തോട്ട് ഇറച്ചിയും കൂടെ ഇട്ട്. അപ്പോഴത്തേക്ക് ഇറച്ചി വെന്തായിരുന്നു കേട്ടോ. ഇറച്ചിയും കൂടെ അങ്ങ് ഇട്ട് അപ്പോൾ പിന്നെ വീണ്ടും ഞാൻ തന്നെ കുഴച്ചിൽ ഏറ്റെടുത്ത് ഉമ്മച്ചി പറഞ്ഞ പോലെ തന്നെ. ഇനി ഞാനും ഉമ്മച്ചി ഒന്നും കുഴച്ച് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് അവസാനത്തെ ഇക്ക വന്ന് നല്ല പേസ്റ്റ് രൂപത്തിൽ അങ്ങ് കുഴച്ചു. അങ്ങനെ വേണം ഞങ്ങൾക്കിവിടെ കപ്പ ബിരിയാണി അത്രയും കുഴച്ച് കഴിക്കുന്നതാണ് ഇഷ്ടം. ചിലർ പറയും കപ്പ ഒന്ന് കടിക്കണമെന്ന്, പക്ഷേ എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. അങ്ങനെ ലാസ്റ്റ് ഞാനും സുൽത്തോടെ 2 വാഴയില ഉണ്ടായിരുന്നു, പേപ്പർ വാഴയില. ഞങ്ങൾ അതിലിട്ട് ഇച്ചിരി സാലഡും കൂട്ടി അങ്ങ് കഴിച്ചു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇഷ്ടപ്പെട്ടോടി? അപ്പം ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും